എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരാഴ്ചയായി ഒന്നും ഉണ്ടാക്കാറില്ല. പനിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടുള്ള കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി വരും. ഇത് ഞാൻ ഒരു സിമ്പിൾ പുഡിങ്ങാണ് ഉണ്ടാക്കണത്. അത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണത്. ഒരു പീസ് ചൈന ഗ്രാസ് ഞാനത് വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കട്ടെ. അതൊന്ന് കുതിരട്ടെ. ഇതിനകത്തേക്ക് ഈ 2 കപ്പ് പാലാണ് ഞാൻ 250-ൻ്റെ കപ്പങ്ങ 2 കപ്പ് പാൽ, 5 സ്പൂണ് കോൺഫ്ലവർ. അത് ഞാൻ ഈ പാല് ഇത്തിരി കുറച്ചൊഴിച്ച് മിക്സ് ചെയ്യാണ്. ഇതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ. അതൊന്ന് ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. വെള്ളം തിളപ്പിച്ച് വെച്ചതാണ്. ഞാൻ ഈ ചോക്ലേറ്റിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മെൽറ്റ് ആവണുള്ളൂ. ഞാനത് ചില്ല് പാത്രം ആയതുകൊണ്ട് പൊട്ടണ പോലെ തോന്നി, അതുകൊണ്ട് ഇറക്കി വെച്ചതാണ്. ചൂടുണ്ട്, വെള്ളത്തിന് ചൂടുണ്ട്, അപ്പോൾ തന്നെ ഉരുക്കുള്ളൂ. അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോഴേക്കും ഇതൊന്ന് മിക്സ് ചെയ്യാം. 5 സ്പൂണ് പഞ്ചസാര, ഞാൻ കാരമലൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചോക്ലേറ്റ് ഇടുന്നത് കൊണ്ട് ചോക്ലേറ്റ് കോൺഫ്ലവർ കലക്കിയതാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ മിക്സ് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് കണ്ട പെട്ടെന്ന് തിക്കായിട്ടുണ്ട്. ഞാൻ ഈ മിക്സിലേക്കാണ് ചോക്ലേറ്റ് ഇടുന്നത്. ചോക്ലേറ്റ് ഒഴിച്ച് ഒരുവിധം തീക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ലൂസാക്കണില്ല, കുറച്ച് തിക്കാക്കുന്നുണ്ട്. ഇത് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ചൂടാറിയിട്ട് വേണേന് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് ഒഴിക്കുക. പാത്രത്തിലേക്ക് ഒഴിക്കുക. നാറട്ടെ. ഞാൻ 2 ലെയറായിട്ട് ഉണ്ടാക്കണതിൽ ചോക്ലേറ്റ് ചേർത്ത കൂട്ട് ഇതേ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് വേണം, ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് വേണം അടുത്ത കൂട്ട് ഉണ്ടാക്കിയിട്ട് ഒഴിക്കുക.
ചോക്ലേറ്റ് ചേർത്ത് മിക്സ് ഞാൻ തണുക്കാൻ വെച്ചേക്കാണ്. വേറൊരു മിക്സ് കൂടെ ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പാലിട്ടേക്കണം. ഇതിനകത്തേക്ക് ഒരു 5 സ്പൂണ് പഞ്ചസാര, ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. തിളക്കിയിട്ട് പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ കലക്കിയതാണ് കേട്ടത്, പാലിൽ കലക്കിയതാണ്. ഒപ്പം തന്നെ ചൈന ഗ്രാസ് ഞാൻ നനച്ച് വെച്ചേർന്നതാണ്. വേറെ ഞാൻ മെൽറ്റാക്കണില്ല, ഇതിനകത്ത് തന്നെ ഇട്ട് മെൽറ്റാക്കണം. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് കുറുകി വരട്ടെ. കൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരു അര സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് മെൽറ്റായിക്കോളും. ബട്ടറിട്ടപ്പോൾ ക്രീം കളറായി. ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് ഇത്ര മതി, അധികം കട്ടയാവണില്ല. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇന്ന് ചൂടാറിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. 2 ലെയറുള്ള പുഡിങ്ങിൻ്റെ രണ്ടാമത്തെ കൂട്ട് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേർന്നതാണ്. ചോക്ലേറ്റ് ചേർത്ത കൂട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേർന്നതാണ്. അപ്പോൾ ഇത് തണുക്കാൻ വെച്ചേക്കായിരുന്നു. പുഡിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് സൈഡൊക്കെ ഇങ്ങനെ ഇട്ട് വന്നിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലേക്ക് പാത്രം ഇതുപോലെ വെച്ചിട്ട് മറയ്ക്കാൻ പോവാം. കണ്ടോ, ചോക്ലേറ്റ് പുഡിങ്, സിമ്പിൾ പുഡിങ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. മുറിച്ച് കാണിക്കുക.
ഉണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ, തിന്ന് നോക്കാം. കുറച്ച് ചോക്ലേറ്റോടെ ഇട്ടതുകൊണ്ട് മീതെ ചോക്ലേറ്റ് അടിയിലിട്ടേക്കണേ. അതിൻ്റെ ടേസ്റ്റ് നല്ല ഇതുണ്ട്. എല്ലാവരും അത് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് എനിക്ക് ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.